ഹലോ അസ്സലാമു അലൈക്കും. ഹബീസ് വേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. അതിനാദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യാനുള്ളൊരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു 20 അല്ലി എടുത്തിട്ടുണ്ട്. അത് തോല് കളയാതെ എടുത്തിട്ടുള്ളത്. പിന്നെ 3 കഷ്ണം ചെറിയ ഇഞ്ചി പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരു 15 എണ്ണം. ഇനി ഇതിലോട്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പിരിയൻ മുളകും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് പെരുംജീരകമാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില അത് 1-2 തണ്ടെടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പാണ് കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് ഇതേപോലെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ചതച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ഒന്നുകൊണ്ട് ക്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കനിൽ ഇത് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളെ മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാ ചിക്കനുമേലും മസാല നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം അതിൻ്റെ മൂടി തുറന്നതിന് ശേഷം ഇതിലോട്ടൊരു കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തെടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയതാണ്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഓരോ ചിക്കനും എടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി അധികം പണിയൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്യുക, ആണ്ടും കണ്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ടെടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ മറിച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. എന്നിട്ട് വെല്ലനെ ഇതേപോലെ ഇളക്കി മാറ്റി മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. അങ്ങനെ മറ്റേ ഭാഗവും വേവിച്ചെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങളിത് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.